ഹായ്, എല്ലാവർക്കും PSC PD യിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ BNS ഭാരതീയ ന്യായ സംഹിതയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ, അതിൻ്റെ ശിക്ഷ എന്നിവയെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 59 രൂപയുടെ പ്ലാൻ എടുത്ത് ജോയിൻ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും, SIയുടെയൊക്കെ. അപ്പോൾ 59 രൂപയ്ക്ക് എന്ത് ചെയ്യുക, SI ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്ഷൻ 69, സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈറ്റ്ഫുൾ മീൻസ് എക്സെട്ര. സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈറ്റ്ഫുൾ മീൻസ് എക്സെട്ര. വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ നിറവേറ്റാൻ ഉദ്ദേശമില്ലാത്ത വിവാഹ വാഗ്ദാനം നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ലാത്ത ലൈംഗിക വീഴ്ചയുടെ കാര്യത്തിലാണ് ഈ ഒരു ശിക്ഷ. അപ്പോൾ വഞ്ചനാപരമായിട്ടുള്ള മാർഗത്തിലൂടെയോ നിറവേറ്റാൻ ഉദ്ദേശ്യമില്ലാത്ത വിവാഹ വാഗ്ദാനം നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഏതൊരാളും ഈ ഒരു വകുപ്പ് പ്രകാരം, ഏത് വകുപ്പ് പ്രകാരം, സെക്ഷൻ 69 പ്രകാരം ശിക്ഷിക്കപ്പെടും. സെക്ഷൻ 69 എന്താണ് പറയുന്നത്? സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസൈറ്റ്ഫുൾ മീൻസ്. ഓക്കെ, ഇനി അതിൻ്റെ ശിക്ഷയെപ്പറ്റി നോക്കാം. അതിന് കിട്ടുന്ന ശിക്ഷ എന്താണ്? 10 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്. 10 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്. അപ്പോൾ വഞ്ചനാപരമായ മാർഗത്തിലൂടെ നിറവേറ്റാൻ ഉദ്ദേശമില്ലാത്തൊരു വിവാഹം നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഏതൊരാളും സെക്ഷൻ 69 പ്രകാരം ശിക്ഷിക്കപ്പെടും. ശിക്ഷ എത്ര വർഷത്തേക്കാണ്? 10 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്. സെക്ഷൻ 70, ഗ്യാങ് റേപ്പ്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് റേപ്പിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞു വന്നത് റേപ്പിനെ പറ്റിയാണ്. നെക്സ്റ്റ് സെക്ഷൻ ഏതാണ്? ഒരു ഗ്യാങ് റേപ്പിനെ പറ്റിയാണ്. ഓക്കെ, സെക്ഷൻ 70 എന്താണ്? ഗ്യാങ് റേപ്പ്, കൂട്ട ബലാത്സംഗം. സെക്ഷൻ 70 സബ്സെക്ഷൻ 1 എന്താണ് പറയുന്നത്? കൂട്ട ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. ഓക്കെ, ഇപ്പോൾ കൂട്ട ബലാത്സംഗത്തിൻ്റെ ഒരു സാമാന്യ നിർവചന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 70 സബ്സെക്ഷൻ 1. ഒരു സംഘത്തിലെ ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അങ്ങനെയുള്ള ഓരോ വ്യക്തിയും ആ കുറ്റം ചെയ്തതായി കണക്കാക്കുന്നു. ഒരു സംഘത്തിലെ ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അങ്ങനെയുള്ള ഓരോ വ്യക്തിയും എന്ത് ചെയ്തതായി കണക്കാക്കപ്പെടുന്നു? ഗ്യാങ് റേപ്പ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓർത്തിരിക്കുക, ഒരു സംഘത്തിലെ ഒന്നോ അതിലധികം ആളുകൾ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അങ്ങനെയുള്ള ഓരോ വ്യക്തിയും ആ കുറ്റം ചെയ്തതായി എന്ത് ചെയ്യുന്നു? കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഗ്യാങ് റേപ്പിന് നൽകുന്ന ശിക്ഷ എത്രയാണ്? 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ കഠിന തടവും പിഴയുമാണ്. ഇറ്റ്സ് എ നോൺ ബെയിലബിൾ ഓഫൻസ്. ഇതൊരു ജാമ്യമില്ലാത്ത കുറ്റകൃത്യമാണ്. ഓക്കെ, അപ്പോൾ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക്. 20 വർഷത്തിൽ ഒരിക്കലും കുറയത്തില്ല. മിനിമം കിട്ടുന്ന എത്ര? 20 വർഷം. മാക്സിമം എത്ര വേണമെങ്കിലും അയാളുടെ സ്വാഭാവിക ജീവിതം ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളം ആകാവുന്ന കഠിന തടവും പിഴയുമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പിഴത്തുക കുറ്റകൃത്യത്തിനിരയായ സ്ത്രീയുടെ ചികിത്സാ ചെലവുകളും പുനരധിവാസവും നടത്താൻ ന്യായവും യുക്തവുമായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഈടാക്കുന്ന പിഴയെന്ന് പറയുന്നത് കുറ്റകൃത്യത്തിനിരയായ സ്ത്രീയുടെ ചികിത്സാ ചെലവുകൾക്കും അതുപോലെ തന്നെ അവരുടെ പുനരധിവാസത്തിനും നടത്താൻ ന്യായമായതും യുക്തമായ ഒരു തുകയായിരിക്കണം കോടതി പ്രഖ്യാപിക്കേണ്ടത് എന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു വകുപ്പിന് കീഴിൽ ചുമത്തുന്ന ഏതൊരു പിഴയും കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് നൽകേണ്ടതാണ്. അപ്പോൾ സെക്ഷൻ 70 പ്രകാരം, ഗ്യാങ് റേപ്പ് പ്രകാരം കുറ്റകൃത്യത്തിനിരയായ ഒരു സ്ത്രീക്കാണ് എന്താണ് ആ ഒരു പിഴത്തുക മുഴുവൻ നൽകേണ്ടതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി സെക്ഷൻ 70 സബ്സെക്ഷൻ 2, 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അപ്പോൾ സെക്ഷൻ 70 സബ്സെക്ഷൻ 1 കൂട്ടബലാത്സംഗത്തെക്കുറിച്ചാണ്. അത് 18 വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ സെക്ഷൻ 70 സബ്സെക്ഷൻ 2 എന്തിനെ പറ്റിയാണ് പറയുന്നത്? 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നു. അതിനുള്ള ശിക്ഷ എന്താണ്? കുറ്റവാളികളുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളം ആകാവുന്ന തടവും പിഴയും അല്ലെങ്കിൽ വധശിക്ഷ. ഓക്കെ, ഇപ്പോൾ കുറ്റവാളികളുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളം ആകാവുന്ന തടവും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയാണ് അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. സെക്ഷൻ 72 എന്ന് പറയുന്നത് സെക്ഷൻ 72 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നു. ശിക്ഷ എന്താണ്? കുറ്റവാളികളുടെ സ്വാഭാവിക ജീവിതം, അതായത് ഒരു 25 വയസ്സുള്ള ഒരാളാണ് അത് ചെയ്തതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 70, 75, 80 വയസ്സ് വരെ എന്ത് ചെയ്യാം? ശിക്ഷിക്കപ്പെടും.
അതാണ് ഇതിനകത്ത് പറയുന്നത്. കുറ്റവാളികളുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന തടവും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയും കിട്ടാം. ഓക്കെ, ഇതിനകത്ത് ഡെത്ത് പെനാൽറ്റിയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 72 18 വയസ്സിൽ താഴെയുള്ളൊരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താൽ. ഓക്കെ, അതുപോലെ തന്നെ ഈ 70 സബ്സെക്ഷൻ 2വിനകത്തും ഈ പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുക ഇരയുടെ തുടർ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസവും നടത്താൻ ന്യായവും യുക്തവുമായിരിക്കണം. കൂടാതെ ഈ ഒരു സെക്ഷൻ പ്രകാരം ചുമത്തപ്പെട്ട ഏതൊരു പിഴയും ആർക്ക് നൽകേണ്ടതാണ്? ഇരയ്ക്ക് തന്നെ നൽകേണ്ടതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി IPCയിലെ 376DA 16 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ, 376DB 12 വയസ്സിൽ താഴെ ഉള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തുള്ള ശിക്ഷ എന്നിവയ്ക്ക് പകരമായി BNSൽ സെക്ഷൻ 70 സബ്സെക്ഷൻ 2വിൽ 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ IPCയിൽ നിന്ന് BNSലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതായത് ഇവിടെ 70കകത്ത് 2 സെക്ഷനുകളാണുള്ളത്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ, ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നു. സെക്ഷൻ 70 സബ്സെക്ഷൻ 2വിനകത്ത് 18 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നു. രണ്ടും നമ്മൾ പറഞ്ഞു. IPCയിലായിരുന്നെങ്കിൽ IPCയിൽ എങ്ങനെയായിരുന്നു? 376DA എന്ന് പറഞ്ഞിട്ട് 16 വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ 376DBയിൽ 18 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും പകരം ഇപ്പം എന്ത് മാത്രമേ ഉള്ളൂ? 18 വയസ്സിന് താഴെ പ്രായമുള്ള, അതിന് 12 വയസ്സിൽ താഴെയുള്ള ആയാലും 16 വയസ്സിൽ താഴെയുള്ള ആയാലും ആ ഒരു 18 വയസ്സിൽ താഴെയുള്ള സെക്ഷനായിട്ടുള്ള 70 സബ്സെക്ഷൻ 2വിനകത്താണ് എന്ത് ചെയ്യുന്നത്? ഇതിനുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത്. കൂട്ടബലാത്സംഗം എന്താണ്? സ്വാഭാവിക ശേഷിക്കുന്ന ജീവിത കാലയളവ് മുഴുവൻ ജീവപര്യന്തം അല്ലെങ്കിൽ ഒരു ഡെത്ത് പെനാൽറ്റി കിട്ടാം. 18 വയസ്സിൽ താഴെ എന്നാക്കി മാറ്റി. ആ ഒരു 2 സെക്ഷൻ മാറ്റിയിട്ട് ഈ ഒരു ഒറ്റ സെക്ഷനാക്കി 70 സബ്സെക്ഷൻ 2. അതാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സെക്ഷൻ 71 പണിഷ്മെൻറ്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. പണിഷ്മെൻറ്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. BNS 64, 65, 66, 70 വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യം ചെയ്ത ആളുകൾ കുറ്റം ആവർത്തിക്കുന്നുവെങ്കിൽ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 71 എന്ന് പറയുന്നത്. അതായത് ഒരു ഒഫൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് BNSലെ 64, 65, 66, 70 നമ്മൾ പറഞ്ഞു. എന്താണ്? ഗ്യാങ് റേപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 71 എന്ന് പറയുന്നത്. പണിഷ്മെൻറ്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. അതിനുള്ള ശിക്ഷ എന്താണ്? കുറ്റവാളിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന തടവ് അല്ലെങ്കിൽ വധശിക്ഷ. ഓക്കെ, അപ്പോൾ കുറ്റവാളിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന തടവ് അല്ലെങ്കിൽ വധശിക്ഷയാണ്. ഇതൊരു കൊഗ്നിസിബിൾ ആയിട്ടുള്ള ക്രൈമാണ്. അതുപോലെ തന്നെ നോൺ ബെയിലബിൾ ഒഫൻസാണ്, ഒരു ജാമ്യമില്ലാത്ത ഒഫൻസാണ്. അതുപോലെ കൊഗ്നിസിബിൾ, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈമാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 71 പണിഷ്മെൻറ്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. BNS സെക്ഷൻ 64, 65, 66, 70 വകുപ്പുകൾ പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകൾ വീണ്ടും അതേ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 71 എന്ന് പറയുന്നത്. ശിക്ഷ എന്തായിരുന്നു? കുറ്റവാളിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന തടവ് അല്ലെങ്കിൽ വധശിക്ഷ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 72 ആണ്. ഡിസ്ക്ലോസർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൺ ഒഫൻസസ്. ഡിസ്ക്ലോസർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൺ ഒഫൻസസ്. സെക്ഷൻ 66, 65, 66, 67, 68, 69, 70, 71. ഓക്കെ, അത്ര ഓർത്തിരിക്കുക. 64 മുതൽ 71 വരെ. 64, 65, 66, 67, 68, 69, 70, 71 പ്രകാരം ഉള്ള ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയതോ ആരോപിക്കപ്പെട്ടതോ ആയ വ്യക്തിയുടെ പേരോ അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ മറ്റെന്തെങ്കിലും കാര്യമോ ആരെങ്കിലും അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതായത് ഇരയുടെ ഡീറ്റെയിൽസ്, ഇരയുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ചിത്രം അല്ലെങ്കിൽ പേര്, കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? അച്ചടിക്കാനോ പ്രസിദ്ധീകരിക്കാനോ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണിക്കുവാനോ ഒന്നും പാടില്ല. അതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്ത്? സെക്ഷൻ 72. ഇപ്പം ഏതെങ്കിലും ഒരു റേപ്പ് കേസിൽ അല്ലെങ്കിൽ ഗ്യാങ് റേപ്പ് കേസിലൊക്കെ എന്താണ്? ഇര അല്ലെങ്കിൽ വിക്ടിം എന്നേ പറയാറുള്ളൂ, അല്ലാതെ എന്ത് പറയാറില്ല? പേര് പറയാറില്ല. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു വകുപ്പാണ് ഇത്. സെക്ഷൻ 72 ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്ലോസർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൺ ഒഫൻസസ്. സെക്ഷൻ 67, 65, 66, 67, 68, 69, 70, 71 പ്രകാരമുള്ള ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയതോ ആരോപിക്കപ്പെട്ടതോ ആയ വ്യക്തിയുടെ പേരോ അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ മറ്റെന്തെങ്കിലും കാര്യമോ ആരെങ്കിലും അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണിത് സെക്ഷൻ 72 എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയുമാണ് കേട്ടോ. 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയുമാണ്. അപ്പോൾ സെക്ഷൻ 67, 65, 66, 67, 68, 69, 70, 71 പ്രകാരം
ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയതോ ആരോപിക്കപ്പെട്ടതോ ആയ വ്യക്തിയുടെ പേരോ അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ മറ്റെന്തെങ്കിലും കാര്യമോ ആരെങ്കിലും അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 72 ആണ്. ഓക്കെ, അപ്പോൾ 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയുമാണ് ഇതിന് ലഭിക്കുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയുമാണ്. ഇരയുടെ പേരോ അയാളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമോ ചെയ്യാവുന്ന സന്ദർഭങ്ങളൊന്ന് നോക്കാം. ഇരയുടെ പേരോ അയാളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമോ ചെയ്യാവുന്ന സന്ദർഭങ്ങൾ: 1. പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ ഉന്നത വിശ്വാസപൂർവ്വം അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റകൃത്യം അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെയോ രേഖാമൂലമായ ഉത്തരവ് പ്രകാരം. പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഉന്നത വിശ്വാസപൂർവ്വം അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രേഖാമൂലമായ ഉത്തരവ് പ്രകാരം എന്ത് ചെയ്യപ്പെടാം? ഇരയുടെ പേര് പുറത്ത് വരപ്പെടാം. അപ്പോൾ ആ ഒരു സാഹചര്യം എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രേഖാമൂലമായ അധികാരപ്പെടുത്തലിലൂടെ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രേഖാമൂലമായ അധികാരപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തി മരിക്കുകയോ അല്ലെങ്കിൽ ഇര കുട്ടിയോ മനോരോഗിയോ ആയിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ ഇരയുടെ അടുത്ത ബന്ധുവിൻ്റെ രേഖാമൂലമായ അധികാരപ്പെടുത്തലുടെ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തി മരിക്കുകയോ അല്ലെങ്കിൽ ഇര കുട്ടിയോ മനോരോഗിയോ ആയിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ ഇരയുടെ അടുത്ത ബന്ധുവിൻ്റെ രേഖാമൂലമായ അധികാരപ്പെടുത്തലുടെ. അപ്പോൾ ഒരു അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തി മരിക്കുകയോ അല്ലെങ്കിൽ ഇര കുട്ടിയോ മനോരോഗിയോ ആയിരിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ ഇരയുടെ അടുത്ത ബന്ധുവിൻ്റെ രേഖാമൂലമായ അധികാരപ്പെടുത്തലിലൂടെയൊക്കെ എന്ത് ചെയ്യാം? ഈ ഒരു പേരും ഡീറ്റെയിൽസും ഒക്കെ പുറത്തു വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് എന്ത് ചെയ്യുക? നോക്കാതെ കരുതുക. അപ്പോൾ 72 പ്രകാരം ശിക്ഷ എന്താണ്? 2 വർഷത്തോളമാകാവുന്ന തടവും പിഴയുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. സെക്ഷൻ 74. അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. ഒരു സ്ത്രീയുടെ ചാരിത്ര്യ ശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അവൾക്കെതിരെ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 74 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീയുടെ ചാരിത്ര്യ ശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അവൾക്കെതിരെ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 74 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 74 ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും പിഴയുമാണ്. അതായത് ഫോഴ്സ്ഫുള്ളി ഒരു സ്ത്രീയെ എന്ത് ചെയ്യാൻ വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 74 എന്ന് പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. ഇതും ഒരു നോൺ ബയലബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. നോൺ ബയലബിൾ ഒഫൻസാണ്, ജാമ്യമില്ലാത്ത ഒഫൻസാണ്. സെക്ഷൻ 75. സെക്ഷൽ ഹറാസ്മെൻറ്റ്. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെയും കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 75. സെക്ഷൽ ഹറാസ്മെൻറ്റ്. 1. BNS പ്രകാരം ഒരു വ്യക്തി ലൈംഗിക പീഡനത്തിന് കുറ്റക്കാരനായി തീരുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. അനലഭിഷണീയമായതും ലൈംഗിക ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അവളെ അപ്രകാരം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പം അനഭിലഷണീയമായതും ലൈംഗിക ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അവളെ അപ്രകാരം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് എന്താണ്? സെക്ഷൽ ഹറാസ്മെൻറ്റിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ തൻ്റെ ലൈംഗിക സംതൃപ്തിക്കായി ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്യുന്നതും എന്താണ്? BNS പ്രകാരം സെക്ഷൽ ഹറാസ്മെൻറ്റിനകത്ത് വരുന്നതാണ്. തൻ്റെ ലൈംഗിക സംതൃപ്തിക്കായി ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിപരീതമായി അശ്ലീല ചിത്രങ്ങൾ അവരെ കാണിക്കുന്നത് സെക്ഷൽ ഹറാസ്മെൻറ്റാണ്. ലൈംഗിക ചുവയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതും എന്താണ്? സെക്ഷൽ ഹറാസ്മെൻറ്റാണ്. ഇനി 1, 2, 3 പ്രവൃത്തികൾക്കുള്ള ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന കഠിനമായ തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ്. ഇത് നോൺ ബയലബിളുമാണ്. അതായത് അനലഭിഷണീയമായതും ലൈംഗികാഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അവളെ അപ്രകാരം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക, തൻ്റെ ലൈംഗിക സംതൃപ്തിക്കായി ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിപരീതമായി അശ്ലീല ചിത്രങ്ങൾ കാണിക്കുന്നതൊക്കെ എന്താണ്? സെക്ഷൽ ഹറാസ്മെൻറ്റിനകത്ത് വരും. ആ 3 എണ്ണത്തിനുള്ള ശിക്ഷയാണ്, ആദ്യത്തെ 3 എണ്ണത്തിനുള്ള ശിക്ഷയാണ് എന്ത്? 3 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. എന്താണ് ശിക്ഷ? 3 വർഷം വരെ ആകാവുന്ന കഠിനമായ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. ഇതൊരു നോൺ ബയലബിൾ ഒഫൻസാണ്. ഇനി ലൈംഗിക ചുവയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞാൽ
അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെയാകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ്. 1 വർഷം വരെയാകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ്. ഇറ്റ്സ് നോൺ വയലബിൾ ആണ്. ഓക്കെ. സെക്ഷൻ 76 അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ്. അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ്. ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ അവളെ അതിനായി നിർബന്ധിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതിനോ വേണ്ടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ്. സെക്ഷൻ 76 എന്താണ്? അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ്. ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അവളെ അതിനെ നിർബന്ധിക്കുന്നതിനോ പ്രേരിപ്പിക്കുന്നതിനോ വേണ്ടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് ഇത് സെക്ഷൻ 76 എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. ഇറ്റ്സ് എ നോൺ വയലബിൾ ഒഫൻസ് ആണ്. 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. ഇറ്റ്സ് എ നോൺ വയലബിൾ ഒഫൻസ്. അപ്പോൾ ഒരു സ്ത്രീ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അവളെ അതിനെ നിർബന്ധിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനെ പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 76. സെക്ഷൻ 76 ശിക്ഷ എന്താണ്? 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും പിഴയുമാണ്. ഇറ്റ്സ് എ നോൺ വയലബിൾ ഒഫൻസ് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ. സെക്ഷൻ 77 വോയറിസം ഒളിഞ്ഞു നോട്ടത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 77 എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീയെ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. വോയറിസം സെക്ഷൻ 77 വോയറിസം ഒളിഞ്ഞു നോട്ടത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീയെ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം എന്താണ്? കുറ്റകരമാണ്. സെക്ഷൻ 77 എന്താണ് പറയുന്നത്? വോയറിസത്തെ പറ്റിയാണ് പറയുന്നത്. ഒളിഞ്ഞു നോട്ടത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ്. വോയറിസം എന്താണ്? ഒളിഞ്ഞു നോട്ടമാണ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീയെ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം എന്താണ്? കുറ്റകരമാണ്. അതുപോലെ തന്നെ 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. 18 വയസ്സിൽ താഴെ പ്രായമുള്ളതെല്ലാം നമ്മുടെ നിയമപ്രകാരം എന്താണ്? കുട്ടികളാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു വകുപ്പ് പ്രകാരം ചെയ്യുന്ന രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ളതായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ 3 വർഷത്തിൽ കുറയാത്തത് എന്നാൽ 7 വർഷം വരെ ആകാവുന്നതായ തടവും പിഴയുമാണ്. അപ്പോൾ വോയറിസം സെക്ഷൻ 77 ഉള്ള ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ ആകാവുന്നതുമായ തടവും ആണ്. ഓക്കെ. 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ ആകാവുന്ന തടവാണ്. ബെയിലബിൾ ഒഫൻസ് ആണ്. ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. പക്ഷേ 1 വർഷത്തിൽ കുറയാത്തത് എന്നാൽ 3 വർഷം വരെ ആകാവുന്ന തടവ് ഇതിന് ലഭിക്കും. ഓക്കെ. സെക്ഷൻ 77 വോയർസ് തന്നെ. പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വകുപ്പ് പ്രകാരം രണ്ടാമത്തെയോ അല്ലെങ്കിൽ തുടർന്നുള്ളതായ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ്. ഏതെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയോ പകർത്തുന്നതിന് കുറ്റകൃത്യത്തിന് ഇരയായ സ്ത്രീ അനുമതി നൽകുകയും എന്നാൽ മൂന്നാമതൊരാൾക്ക് അത് പ്രചരിപ്പിക്കുന്നതിന് അനുമതി നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ചിത്രങ്ങളോ പ്രവൃത്തിയോ പ്രചരിപ്പിച്ചാലും ഈ വകുപ്പ് പ്രകാരം കുറ്റകരമായി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയോ പകർത്തുന്നതിന് കുറ്റകൃത്യത്തിന് ഇരയായ സ്ത്രീ അനുമതി നൽകുന്നു. രണ്ടുപേർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? തൻ്റെ ഒരു നഗ്ന ചിത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ പകർത്തുന്നതിന് അനുമതി കൊടുക്കുന്നു. പക്ഷേ അത് മൂന്നാമതൊരാൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് എന്ത് ചെയ്തിട്ടില്ല? അനുമതി കൊടുത്തിട്ടില്ല. പക്ഷേ അത് പ്രചരിപ്പിക്കുന്നതിന് അനുമതി നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ചിത്രങ്ങളോ പ്രവൃത്തിയോ പ്രചരിപ്പിച്ചാലും എന്താണ്? ഈ ഒരു വകുപ്പ് പ്രകാരം കുറ്റകരമായി കണക്കാക്കുന്നതാണ്. ഈ ഒരു വകുപ്പ് പ്രകാരം എന്താണ്? കുറ്റകരമായി കണക്കാക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ ആകാവുന്ന തടവുമാണ്. ഓക്കെ. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്താണ്? സെക്ഷൻ 77 പ്രകാരമുള്ള വോയർസിനുള്ള ശിക്ഷ എന്താണ്? 1 വർഷത്തിൽ കുറയാത്തതിനാൽ 3 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ്. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്ന തടവും കിട്ടുന്നതാണ്. ഓക്കെ. വയലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 77 പ്രകാരമുള്ള സ്വകാര്യ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 77 പ്രകാരം ഒരു സ്ത്രീ ചെയ്യുന്ന സ്വകാര്യ പ്രവൃത്തികൾ. ഒരു സ്ത്രീ തനിക്ക് സ്വകാര്യതയുണ്ടെന്ന് ന്യായമായി വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ ജനനേന്ദ്രിയം, നിതംബം, മാരടം എന്നിവ നഗ്നമാക്കുന്നത്. ഒരു സ്ത്രീ തനിക്ക് ന്യായമായും സ്വകാര്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ ജനനേന്ദ്രിയം, നിതംബം, മാരടം എന്നിവ നഗ്നമാക്കുന്നത്. ഒരു സ്ത്രീ അടിവസ്ത്രത്തിൽ മാത്രം നിൽക്കുന്നത്. ഒരു സ്ത്രീ ശൗചാലയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് സാധാരണ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ലൈംഗിക പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ എന്താണ്? ഒരു സ്ത്രീ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യരുത്? ചിത്രങ്ങൾ എടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ 78 സ്റ്റോക്കിംഗ് ആണ്. മുൻപൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റോക്കിങ്ങിനെ പറ്റി. അപ്പോൾ സെക്ഷൻ 78 സ്റ്റോക്കിംഗ്, പൂവാല ശല്യത്തെ പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് ഏത്? സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സെക്ഷൻ 78
പൂവാല ശല്യമായി കണക്കാക്കാവുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു പുരുഷൻ വ്യക്തിപരമായി തനിക്കുള്ള ബന്ധത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പുരുഷൻ വ്യക്തിപരമായി തനിക്കുള്ള ബന്ധത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് എന്താണ്? സ്റ്റോക്കിംഗ് ആണ്. ഒരു സ്ത്രീ തനിക്കുള്ള താല്പര്യക്കുറവ് വ്യക്തമായി പ്രകടിപ്പിച്ച ശേഷവും അവരെ ആവർത്തിച്ച് പിന്തുടരുന്നതോ അവരുമായി സമ്പർക്കത്തിലെത്താൻ ശ്രമിക്കുന്നത് എന്താണ്? സ്റ്റോക്കിംഗ് ആണ്. ഒരു സ്ത്രീ തനിക്കുള്ള താല്പര്യക്കുറവ് വ്യക്തമായി പ്രകടിപ്പിച്ച ശേഷവും അവരെ ആവർത്തിച്ച് പിന്തുടരുന്നതും അവരുമായി സമ്പർക്കത്തിലെത്താൻ ശ്രമിക്കുന്നത് എന്താണ്? സ്റ്റോക്കിംഗ് ആണ്. ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നിവ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നത് എന്താണ്? സ്റ്റോക്കിംഗ് ആണ്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതിലൊക്കെ അവരെ നിരീക്ഷിക്കുന്നത് എന്താണ്? സ്റ്റോക്കിംഗ് ആണ്. ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നിവ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നതും എന്താണ്? സ്റ്റോക്കിംഗ് ആണ്. ഇനി പൂവാല ശല്യമായി കണക്കാക്കാവുന്ന പ്രവർത്തികൾ കുറ്റകരമല്ലാതാകുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. പൂവാല ശല്യമായി കണക്കാക്കാവുന്ന, അതായത് സ്റ്റോക്കിംഗ് ആയിട്ട് കണക്കാക്കാവുന്ന പ്രവർത്തികൾ കുറ്റകരമല്ലാതാവുന്ന സാഹചര്യങ്ങൾ. ഒന്ന്, ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ പിന്തുടർന്നാൽ എന്തല്ല? അതൊരു സ്റ്റോക്കിംഗ് അല്ല. ഓക്കെ, ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ പിന്തുടർന്നാൽ അത് സ്റ്റോക്കിംഗ് അല്ല. അപ്രകാരം പിന്തുടരുന്ന വ്യക്തി ഒരു കുറ്റകൃത്യം തടയാനോ തെളിയിക്കാനോ ആയി സ്റ്റേറ്റിനാൽ അധികാരപ്പെടുത്തിയ ആളാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അപ്രകാരം പിന്തുടരുന്ന വ്യക്തി ഒരു കുറ്റകൃത്യം തടയാനോ തെളിയിക്കാനോ ആയി സ്റ്റേറ്റിനാൽ, നമ്മുടെ സംസ്ഥാനത്തിൽ അധികാരപ്പെടുത്തിയ ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിംഗ് പരിധിയിൽ വരില്ല. അപ്രകാരം പിന്തുടരുന്നത് ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു വ്യക്തിയാൽ ചുമത്തിയിട്ടുള്ള വ്യവസ്ഥകളാലോ ആവശ്യകതകളാലോ പരിപാലിക്കുന്നതിലേക്കാകുന്ന സാഹചര്യങ്ങളിലും എന്തല്ല? സ്റ്റോക്കിംഗ് അല്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള പെരുമാറ്റം തികച്ചും ന്യായവും നീതീകരിക്കാമെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ. ഓക്കെ, അപ്പം ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ പിന്തുടരുന്നതോ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതുമായ കാര്യങ്ങളൊന്നുമല്ല സ്റ്റോക്കിങ്ങിനകത്ത് വരുന്നതല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. സെക്ഷൻ 78 ആണ് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത്. സ്റ്റോക്കിങ്ങിനെ പറ്റി, പൂവാല ശല്യത്തെപ്പറ്റി പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്, ആദ്യ തവണയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സ്റ്റോക്കിംഗ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്. 3 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്. ഇതൊരു ബയലബിൾ ഓഫൻസാണ്, ജാമ്യം ലഭിക്കും. പക്ഷേ രണ്ടാമത്തേതും തുടർന്നുള്ളതുമായ കുറ്റകൃത്യങ്ങളുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 5 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്. ഇത് നോൺ ബയലബിൾ ആയിട്ടുള്ള ഓഫൻസാണ്, റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ സ്റ്റോക്കിംഗ് സെക്ഷൻ 78 പ്രകാരം ആദ്യ തവണ ചെയ്യുകയാണെങ്കിൽ 3 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്, ബയലബിൾ ഓഫൻസാണ്. രണ്ടാമത്തേതും അല്ലെങ്കിൽ തുടർന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ എത്രണം? 5 വർഷം വരെയാകാവുന്ന തടവും പിഴയുമാണ്. ഇറ്റ്സ് എ നോൺ ബയലബിൾ ആയിട്ടുള്ള ഓഫൻസാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 78 ആണ് എന്ത്? സ്റ്റോക്കിംഗ്. അപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള കുറച്ചധികം BNS നിയമങ്ങളും അതിനുള്ള ശിക്ഷയും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച സെക്ഷനുകൾ, അതുപോലെ തന്നെ അതെന്താണെന്നുള്ളത് ചുരുക്കി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്തിടുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി എഴുതി വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോസ്, ക്ലാസ്സുകൾ, SI സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. 59 രൂപയുടെ പ്ലാനാണുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.